എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ ഏഴംകുളം. അപ്പോൾ നമ്മൾ വാസ്തുപരമായിട്ട് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് ഗ്രഹം നിർമ്മിക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു വസ്തു നമുക്ക് എങ്ങനെ കണക്കാക്കാമെന്നും അതിനകത്ത് നമ്മൾ എവിടെ സ്ഥാനം കാണാമെന്നും ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ ഗുണകരമായിട്ട് രീതിയിൽ ഗ്രഹം നിർമ്മിക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത്, നമ്മളൊരു വസ്തുവിൽ സ്ഥാനം കണ്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് വസ്തുവിനാവശ്യമായ ജലലഭ്യത നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു കിണർ കുഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കിണർ കുഴിക്കുന്നത് നമ്മൾ ഒരു യഥാർത്ഥത്തിൽ ആദ്യം തന്നെ നമ്മളൊരു പ്ലാൻ വരച്ച് പിന്നെ നമ്മൾ ആ വസ്തുവിലെ ഏത് ഭാഗത്താണ് സ്ഥാനനിർണ്ണയം നടത്തേണ്ടത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ കിണറിൻ്റെ സ്ഥാനം കാണാൻ പ്രയാസമില്ല. അപ്പോൾ നമ്മൾ സ്ഥാനം കിണറിൻ്റെ കാണുന്നത് ജലരാശികളിലാണ്. ചിലയിടത്തൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. എങ്കിലും നമുക്ക് ജലരാശികളിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ കിണറിൻ്റെ സ്ഥാനം കാണുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വീട് നിൽക്കുന്ന സ്ഥലത്ത് നിന്നിൻ്റെ വടക്ക് മധ്യം മുതൽ കിഴക്ക് മധ്യം വരെയുള്ള ഭാഗമാണ് ജലരാശികൾ എന്നറിയപ്പെടുന്നത്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് കുംഭം, മീനം, മേടൻ രാശികളിലാണ് കിണറിൻ്റെ ഉത്തമമായിട്ടുള്ള സ്ഥാനങ്ങളുള്ളത്. അപ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനങ്ങൾ മീനൻ രാശിയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ കുംഭൻ രാശിയും മേടൻ രാശിയിലും നമുക്ക് കിണർ കുഴിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സ്ഥാനനിർണ്ണയം നടത്താൻ കിണറിൻ്റെയും ഇതുപോലുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം വീടിൻ്റെ ഒരു സ്ഥാനനിർണ്ണയം നമ്മൾ നടത്തിക്കഴിഞ്ഞ് ഒരു ലേഔട്ട് നമുക്ക് വസ്തുവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ സെറ്റ് ഔട്ട് ചെയ്തതിന് ശേഷം, അപ്പോൾ നമ്മൾ സെറ്റ് ഔട്ട് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കിണറിൻ്റെ സ്ഥാനമാണ് കാണേണ്ടത്. അപ്പം കിണറിൻ്റെ സ്ഥാനം നമ്മൾ കാണുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ജലത്തിൻ്റെ ഒരു സ്രോതസ്സ് മനസ്സിലാക്കണം. ഭൂമിയിൽ നമുക്ക് ഏത് ഭാഗത്ത് ജലലഭ്യത കൂടുതലുണ്ട് അത് മനസ്സിലാക്കിയിട്ട് ജലരാശിയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വേദദോഷം മാറ്റിക്കൊണ്ടാണ് കിണറിൻ്റെ സ്ഥാനം നിർണ്ണയിക്കേണ്ടത്. അപ്പോൾ വേദദോഷം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഗ്രഹം നിർമ്മിക്കുമ്പോൾ നമ്മുടെ ഈ 4 മൂലയിൽ നിന്നും വേദങ്ങൾ പുറപ്പെടുന്നത് നമുക്ക് ഉപനിർമ്മിതികൾ എന്ന് വെച്ചാൽ കിണറ്, കുളം, പട്ടിക്കൂട്, കോഴിക്കൂട്, തൊഴുത്ത്, അങ്ങനെ നനകല്ല്, ഇതൊന്നും നമുക്ക് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഉപഗ്രഹങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ കിണറും. അപ്പം കിണർ നിർമ്മിക്കുമ്പോൾ ഇതേ വേദദോഷം തന്നെ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം വീടിൻ്റെ 4 ഭിത്തിയിൽ നിന്നും നേരെ പോകുന്ന, കാരണം ക്ലോക്ക് വൈസിൽ നേരെ പോകുന്ന ദിശകൾ നമുക്ക് വേദം വരുന്ന സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ മധ്യഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടി കോണോട് കോട് ചേർത്തുകൊണ്ട് നമ്മൾ സെൻറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗ്രഹത്തിന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആ സെൻറ്ററിൽ നിന്ന് നമ്മൾക്ക് കോൺ എന്ന് വെച്ചാൽ നമുക്ക് തെക്ക് കിഴക്ക് കോണിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് കോണിലേക്കും, അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് കോണിൽ നിന്ന് വടക്ക് കിഴക്ക് കോണിലേക്കും നമ്മൾ വരച്ച് കഴിയുമ്പോൾ ആ കോണിൽ നിന്ന് നമ്മുടെ പുരയിടത്തിലേക്ക് നമ്മളൊരു കയറ് കെട്ടുകയാണെങ്കിൽ ആ കയറിൻ്റെ ഉള്ളിൽ നമ്മുടെ കിണറിൻ്റെ ജലരാശി വരാൻ പാടില്ലെന്നാണ്, ജലത്തിൻ്റെ സ്രോതസ്സ് വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ആ മൂലഭാഗം എന്ന് വെച്ചാൽ കിഴക്ക് നിന്ന് പിന്നെ മുന്നോട്ട് പോകുന്ന പടിഞ്ഞാറിൽ നിന്ന് കിഴക്ക് നിന്ന് നേരെ വരുന്ന രേഖയും, അതുപോലെ തന്നെ തെക്കിൽ നിന്ന് വടക്കോട്ടുള്ള നേരെ രേഖയിലും നമ്മുടെ കിണറിൻ്റെ സ്ഥാനം വരാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു വീടിൻ്റെ ഒരു ഏകദേശ ലേഔട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിണറിൻ്റെ സ്ഥാനം അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ട ഉത്തമമായ സ്ഥാനത്താണ് നമ്മൾ കിണറിൻ്റെ സ്ഥാനം കാണേണ്ടത്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഭൂമിയിൽ എത്രമാത്രം ജലലഭ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പാറയുള്ള ഭൂമിയാണോ, അല്ലെങ്കിൽ അവിടെ ജലത്തിൻ്റെ സ്രോതസ്സുണ്ടോ, അതൊക്കെ നമ്മൾ വേറൊരു മെത്തേഡിൽ കൂടെയാണ് നോക്കുന്നത്. നമ്മൾ പുറകാലം നമ്മളതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജലത്തിൻ്റെ രാശി കണ്ടാൽ നമുക്കവിടെ ഉത്തമമായിട്ടുള്ള ജ്യോതിഷപ്രകാരം ഒരു സമയമെടുത്ത് നമുക്കവിടെ കുറ്റിയടിച്ച് കിണർ കുഴിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീടിൻ്റെ സ്ഥാനവും കിണറിൻ്റെ സ്ഥാനവും നമുക്ക് ലഭിച്ചു. ഇനിയും മുന്നോട്ട് പല കാര്യങ്ങളുമുണ്ട്. ഒരു വീടിന് ഇത്
ഒരു വീട് കംപ്ലീറ്റ് ആവാൻ ഒത്തിരിയും കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഉത്തമമായിട്ടുള്ള ഗ്രഹം നമുക്ക് നിർമ്മിക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ നമുക്ക് ജലത്തിനോ വായുവിനോ അഗ്നിക്കോ ദോഷമില്ലാത്ത രീതിയിൽ വേണം ഗ്രഹം നിർമ്മിക്കാൻ. ഇതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് കൂടുതൽ സമയമായതുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിലേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, നമസ്കാരം.